രാജ്യമെമ്പാടും BJP പടർന്നു പിടിച്ചെങ്കിലും കേരളത്തിൽ പച്ച പിടിക്കാത്തതിനായി അനവധി കാരണങ്ങൾ നിരത്തുന്നുണ്ട്. ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ BJP തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. പ്ലാൻ എയും ബിയും സിയും ഒക്കെ പൊളിഞ്ഞടുങ്ങി. മറ്റു സംസ്ഥാനങ്ങൾ നടപ്പാക്കി വിജയിച്ച തന്ത്രങ്ങൾ ഒന്നൊന്നായി കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തിൽ നടപ്പാക്കി തുടങ്ങി. അതും പൊളിഞ്ഞടുങ്ങുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത BJPയിലേക്ക് ഒരു കോൺഗ്രസിൻ്റെ MP ജോയിൻ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയാണ്. പക്ഷേ ഒന്നല്ല, മൂന്നാണ്. ഒപ്പം തന്നെ ചില ചെറു പാർട്ടികളും BJPയിലേക്ക് NDAയുടെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നത്? ആ വാർത്തകളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നാണ് ന്യൂസ് ഇന്ത്യ മലയാളം അനാലിസിസ് ഇവിടെ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കോൺഗ്രസിൻ്റെ ഈ 3 MP കുറിച്ചുള്ള അല്ലെങ്കിൽ UDFൻ്റെ 3 MP കുറിച്ച് ഒന്ന് പരിശോധിക്കാം. എന്തുകൊണ്ട് ഈ വാർത്ത ഇപ്പോൾ വരുന്നു എന്നുള്ളത്. ഇതിൽ ആദ്യത്തെ പേരുകാരൻ ശ്രീ ശശി തരൂരാണ്. തിരുവനന്തപുരത്തിൻ്റെ MP ആണ്. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ്, ദേശീയ നേതാവാണ്. ഇദ്ദേഹം BJPയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ വളരെ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ അപ്പോഴൊന്നും വന്നില്ല. ഇതിനെ കൂട്ടിക്കെട്ടി വരുന്ന അനവധി വാർത്തകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കാര്യങ്ങൾ. കോൺഗ്രസുമായി ഒരുപാട് അകന്നു കഴിഞ്ഞ ശശി തരൂരിന് ഇനി നാഷണൽ പൊളിറ്റിക്സിൽ താല്പര്യമില്ല എന്നും സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് മടങ്ങാനാണ് താല്പര്യമെന്നും ശശി തരൂർ മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നൊരു കാര്യമാണ്. ഇതെല്ലാം കൂട്ടിക്കെട്ടിയാണ് BJP ശശി തരൂരിനെ ഇപ്പോൾ BJPയിലേക്ക് കൊണ്ടുവരുന്നതും. ഒപ്പം തന്നെ സ്വാഭാവികമായി ശശി തരൂർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം നഷ്ടമാകും. കാരണം അദ്ദേഹം കോൺഗ്രസ് പാനലിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണ്. അപ്പോൾ രാജിവെക്കേണ്ടതായി വരും. അങ്ങനെ രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ വീണ്ടും നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ കഴിയുമെന്ന് BJP കരുതുന്നു. ഒപ്പം തന്നെ സംസ്ഥാന നിയമസഭയിലേക്ക് തരൂരിനെ ഒരു മുഖമാക്കി ഉയർത്തിക്കാണിക്കാമെന്നും കരുതുന്നു. ഇവിടെയാണ് തരൂർ വരുമെന്ന വാദത്തിന് കുറച്ചുകൂടി ബലം പകരുന്ന തരത്തിലുള്ള വാർത്തകളും വിവിധ സോഴ്സുകളും വരുന്നത്. രണ്ടാമത് പറയുന്ന പേരുകാരൻ ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്, കോൺഗ്രസിൻ്റെ. ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യമായി ഉയർന്നു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു. അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം BJPയുടെ ചിഹ്നത്തിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ BJPയിലേക്ക് ചേരുമെന്നുള്ള വാർത്തകൾ അന്ന് തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം നൽകിയിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി നിലനിൽക്കുന്നു. മൂന്നാമത്തെ പേരുകാരൻ ശ്രീ പ്രേമചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ പേര് കൂടുതലായി ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് 5 വർഷക്കാലമാകുന്നു. കാരണം അദ്ദേഹം കൊല്ലത്തിൻ്റെ MP ജയിച്ച ഈ 2ാം ടൈം ജയിച്ചത് മുതൽ നരേന്ദ്രമോദിയുമായി വലിയ അടുപ്പത്തിലുമാണ്. ഒപ്പം തന്നെ അനവധി വികസന പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൻ്റെതായി റെയിൽവേ വികസനമായാലും ബൈപ്പാസ് ആയാലും ഒക്കെ കൊല്ലത്ത് വരികയും ചെയ്തു. ഈ അടുത്ത സമയത്ത്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിച്ചിരിക്കെ അദ്ദേഹം ഉൾപ്പെടെ 7 MP പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വിരുന്നിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ 5 പേരും ഇപ്പോൾ BJPയുടെ ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു. ഇനി അവശേഷിക്കുന്ന 2 പേരാണ്. അതിലൊരാൾ ഈ ശ്രീ പ്രേമചന്ദ്രനാണ്. അതുകൊണ്ടാണ് പ്രേമചന്ദ്രൻ BJPയിലേക്ക് പോകുമെന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാമുഖ്യം കിട്ടുന്നത്. ഇത് കൂടാതെ മറ്റു ചിലരും ലിസ്റ്റിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് സ്ഥിരീകരണമില്ല. ഈ വാർത്തകൾ സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറയും അതിൻ്റെ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ, ലക്ഷണശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം സത്യം തന്നെയാണ്. കാരണം തരൂർ BJPയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. കാരണം BJP അല്ലാതെ മറ്റൊരു ഓപ്ഷൻ തരൂരിൻ്റെ മുമ്പിൽ ഇല്ല. ഇല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലേക്ക് നീങ്ങണം. പ്രേമചന്ദ്രൻ്റെ കാര്യം നോക്കിയാൽ ഇനി പ്രേമചന്ദ്രന് വീണ്ടും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മുൻപോട്ട് നീങ്ങണമെങ്കിലും ശക്തമായ ഒരു അടിത്തറയും ആവശ്യമാണ്. പ്രേമചന്ദ്രൻ എന്ന ഒറ്റയാനിൽ മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങോട്ട് ചാടിയാലും ഒരുപോലെയുള്ളൂ. പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയാകാൻ പറ്റും. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി കുറച്ച് സ്ഥലത്തെ ഉള്ളുവെങ്കിൽ പോലും അതിനെ കരുത്ത് ആർജിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഒരു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രേമചന്ദ്രൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന് പോലും യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനും കഴിയില്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രേമചന്ദ്രനും സാധ്യതയുണ്ട്. സാധ്യത കൽപ്പിക്കാനായി പേനയെടുത്ത് എഴുതുന്നവരുടെ മുമ്പിൽ ഒരുപാട് ലോജിക്കുകളുമുണ്ട്. ഇനി ചെറു പാർട്ടികൾ ആണ് BJP ലക്ഷ്യമിടുന്നത്. അതിൽ പ്രധാനമായി പറഞ്ഞു കേൾക്കുന്നത് കേരള കോൺഗ്രസ് M ആണ്, ഇല്ലെങ്കിൽ ജോസഫ് വിഭാഗമാണ്. ജോസഫ് വിഭാഗവുമായിട്ട് കോൺട്രാക്ട് സാങ്മ, അതായത് BJPയുടെ ഘടകകക്ഷിയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. അദ്ദേഹം ഈ കേരള കോൺഗ്രസ് നേതാക്കളുമായി, ജോസഫ് വിഭാഗക്കാരുമായി സംസാരിച്ചിരുന്നു എന്നുള്ളതും ജോസഫ് വിഭാഗം NDAയുടെ ഭാഗമായി മാറും എന്നുള്ളതാണ്. അതിൽ ചില നീക്കുപോക്കുകൾ വരെ എത്തി എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് PJ ജോസഫിൻ്റെ മകനടക്കമുള്ളവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും അത്തരത്തിലൊരു അലയൻസ് മുൻപോട്ട് പോവുക എന്ന് പറയുന്നു. മറ്റൊന്ന് മാണിയാണ്. അതായത് ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തിൽ അസ്വസ്ഥനാണ് ജോസ് കെ മാണി. ജോസ് കെ മാണി വീണ്ടും UDFയിലേക്ക് വരുന്നതിന് UDFയിലെ ഒരു പ്രബല വിഭാഗം എതിർക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനം പാർട്ടിയിലല്ല
പകരം മന്ത്രിസഭയിലോ ഇല്ലെങ്കിൽ ബോർഡുകളിലോ നൽകിക്കൊണ്ട് അങ്ങനെ കേരള കോൺഗ്രസിനെ കൂടി NDAയുടെ ഭാഗമാക്കുക. അതായത് ജോസഫോ മാണിയോ ആരെങ്കിലും ഒരു കൂട്ടരെ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ മറ്റൊരു നീക്കം. അങ്ങനെ ചെറു പാർട്ടികൾ, അതിൽ തന്നെ ചെറിയ വിഭാഗങ്ങളുണ്ട്, ചെറിയ മറ്റ് ഈ RSPയുടെ നിന്നും മറ്റുമൊക്കെ പോയിട്ടുള്ള മറ്റു ചില ചെറിയ പാർട്ടികളുണ്ട്. ഇവരെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു പാർട്ടിയാക്കി മുൻപോട്ട് കൊണ്ടുപോകുക. അങ്ങനെയാണ് ഇപ്പോൾ BJPയുടെ ഒരു പ്ലാൻ കേരളത്തിൽ. ഇത് ഒഡീഷയിൽ അവർ നടപ്പാക്കിയ ഒരു തന്ത്രം തന്നെയാണ്. ഒഡീഷയിലും ഇത് തന്നെയായിരുന്നു അവർ നടപ്പാക്കിയിരുന്നത്. അവിടെ അവർ ആദ്യം എത്തുന്നു, അവരുടെ വർക്കുകൾ വളരെ ഭംഗിയായി അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഘട്ടം ഘട്ടമായി അവർ ലോക്സഭയിലേക്ക് ഒരു അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമമായിരുന്നു. അതിലവർ ഏറെക്കുറെ വിജയിച്ചു. അതായത് ലോക്സഭയിലേക്ക് പോകേണ്ടത് BJP ആണ്. കാരണം ബിജു ജനതാദൾ അവിടെ ജയിച്ച് ലോക്സഭയിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നൊരു ധാരണ പരത്തുന്നതിലും ജയിച്ചു കയറുന്നതിലും അവർക്ക് അതിന് കഴിഞ്ഞു. അതിനുശേഷം അവർ അടുത്ത ലക്ഷ്യം വെച്ചത് നിയമസഭയിലേക്കായിരുന്നു. കേരളത്തിലും ഏതാണ്ട് ആ ഒരു ഒഡീഷയുടെ തന്ത്രം തന്നെയാണ് കേരളത്തിലും പയറ്റുന്നതെന്ന് പറയേണ്ടി വരും. കാരണം മുൻകാലങ്ങളിൽ BJPയിലേക്ക് അവർ ആഹോരാത്രം പണിയെടുത്തിട്ടും എത്തിയത് ചുരുക്കം ചില നേതാക്കന്മാർ മാത്രമാണ്. അവർക്ക് ഈ ജനകീയ അടിത്തറയുമില്ല, പേരിനൊരു നേതാവ് എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓൾ ഇന്ത്യ തലത്തിൽ BJP ഒരു സ്ട്രാറ്റജി ഈ പാർട്ടിയിലേക്ക് വരുന്നവരെക്കുറിച്ച് ഉണ്ടാക്കി. കുറഞ്ഞ പക്ഷം അതാത് പ്രദേശത്തെങ്കിലും ജനസ്വാധീനമുള്ളവരെ മാത്രം ഇനി പാർട്ടിയിലേക്ക് എടുത്താൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോയി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ MPമാരെ തന്നെ നോട്ടമിടുന്നത്. കാരണം MPമാരാകുമ്പോൾ സ്വാഭാവികമായി തന്നെ സ്വാധീനം ഉള്ളവരാണ്. ആദ്യം നമ്മൾ പറഞ്ഞ ഈ 3 പേരുകാർ, അതായത് തരൂര്, പ്രേമചന്ദ്രൻ, ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ്, ഇതൊക്കെ നേരത്തെ വന്നിരുന്ന വാർത്തകളാണ്. ആ വാർത്തകൾ ഒന്നുകൂടി പൊടിതട്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ അല്പമെങ്കിലും സാധ്യത കാണുന്നത് ഈ ആദ്യം പറഞ്ഞ 2 പേരുകാർക്ക് സാധ്യത ഉണ്ടെന്ന് നമുക്ക് പറയാം ലോജിക്കലി. കൊടിക്കുന്നിൽ ഇപ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കച്ചകെട്ടി ഇരിക്കുക കൂടിയാണ്. ഏതായാലും വരും ദിവസങ്ങൾ അറിയാൻ കഴിയും. എന്ത് തന്നെ ആയാലും ഈ പാർട്ടികൾ വരുന്നതായാലും ഇല്ലെങ്കിൽ MPമാർ വരുന്നതായാലും ഒക്കെ അധികം നാൾ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. കാരണം വാർത്തകളുടെ വാസ്തവം ഉടൻ തന്നെ അറിയാമെന്ന് സാരം. കാരണം ഇനിയിപ്പോൾ 2026 നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതിനു ഇപ്പോൾ ഉടൻ 2025 പകുതി കഴിയുമ്പോഴേക്കും നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതിനു മുൻപ് ഒരു വലിയ നീക്കം നടന്നേ മതിയാവും. പ്രത്യേകിച്ച് ഈ MPമാർ തരൂരാണ് വരുന്നതെങ്കിൽ അത് ഇപ്പോൾ നടക്കുന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തരൂർ വന്നതുകൊണ്ട് മാത്രമേ BJPക്ക് ദേശീയ തലത്തിൽ എന്തെങ്കിലും ഒരു പ്രചരണ വിഷയമായി അത് മാറുകയുള്ളൂ. പ്രേമേന്ദ്രൻ്റെ കേസാണ് എന്നുണ്ടെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരികയെങ്കിലും വേണം, ഇല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്. കൊടിക്കുന്നിലും അങ്ങനെയാണ്. അതായത് ഈ വാർത്തകളുടെ ആയുസ് തീരാൻ ഇനി അധിക സമയങ്ങളില്ല. ഇതിൽ വാസ്തവമുണ്ടോ അതോ വ്യാജ വാർത്തയാണോ എന്നൊക്കെ അറിയാൻ ജനം ഇനി ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഏറിപ്പോയാൽ ഒരു 6 മാസത്തിനുള്ളിൽ കൃത്യമായ പിക്ചറുകൾ തെളിഞ്ഞ് വരേണ്ടതായിട്ടുണ്ട്. വന്നില്ലെങ്കിൽ ഇതൊരു വ്യാജ വാർത്തയായി തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം ഇതെല്ലാം പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങളാണ്. ഇനി പാർട്ടികളുടെ കാര്യം, അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പല ഭാഗത്തും. അതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സംഭവിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ അതൊരു വ്യാജ വാർത്തയായി നാം കരുതേണ്ടി വരും. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ അതിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.